ന്യൂസ് മലയാളം കൊണ്ടുവന്ന സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികകളിലേക്കുള്ള പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം അട്ടിമറിക്കാനുള്ള PSC ചെയർമാന്റെ നീക്കം പൊളിഞ്ഞിരിക്കുന്നു. അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SP-ക്ക് തന്നെ കൈമാറാൻ കമ്മീഷൻ യോഗം തീരുമാനിച്ചു. പരീക്ഷാ കൺട്രോളർക്ക് അന്വേഷണ ചുമതല നൽകിയ ഉത്തരവ് റദ്ദാക്കും. ഒരു വിഭാഗം കമ്മീഷൻ അംഗങ്ങൾ കടുത്ത എതിർപ്പുയർത്തിയതോടെയാണ് PSC ചെയർമാൻ MR ബൈജുവിന് മുട്ടുമടക്കേണ്ടി വന്നത്. ഇന്ന് ചേർന്ന PSC യോഗത്തിൽ ചെയർമാൻ MR ബൈജുവിനെതിരെ രൂക്ഷ വിമർശനമാണ് ഒരു വിഭാഗം അംഗങ്ങൾ ഉയർത്തിയത്. പരീക്ഷാ അട്ടിമറിയിലെ അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SP-ക്ക് കൈമാറാതെ പരീക്ഷാ കൺട്രോളറെ ഏൽപ്പിച്ച ചെയർമാന്റെ നടപടി PSCയെ സംശയ നിഴലിലാക്കിയെന്നും ഇത് കമ്മീഷൻ അംഗങ്ങളെ നോക്കുകുത്തികളാക്കുന്നതിന് തുല്യമാണെന്നും അംഗങ്ങൾ തുറന്നടിച്ചു. 2.5 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SP-ക്ക് തന്നെ കൈമാറാൻ ചെയർമാൻ തയ്യാറായത്. കൺട്രോളർക്ക് അന്വേഷണം കൈമാറിയ ഉത്തരവ് റദ്ദാക്കാനും യോഗം തീരുമാനിച്ചു. അതേസമയം ആസൂത്രണ ബോർഡിലെ ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ചീഫ് പ്ലാനിംഗ് കോർഡിനേഷൻ തസ്തികകളിലേക്ക് നടന്ന പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ ഉദ്യോഗാർത്ഥികൾക്ക് നൽകാത്ത PSC നടപടിക്കെതിരെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനും രംഗത്തെത്തി. നിയമത്തിന്റെ പിൻബലമില്ലാതെ വിവരങ്ങൾ മറച്ചുവെക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ വിവരാവകാശ കമ്മീഷണർ സണ്ണിച്ചൻ P. ജോസഫ് 7 ദിവസത്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും എഴുത്തുപരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും മാർക്ക് വിവരങ്ങൾ നൽകണമെന്നും ഉത്തരവിട്ടു. വരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പരീക്ഷാ ക്രമക്കേടിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. ഉദ്യോഗാർത്ഥികളുടെ പരാതിയിൽ അന്വേഷണത്തിന് അനുമതി തേടി വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. PSCയുടെ വിശ്വാസ്യത തകരാൻ അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കേരളത്തിലെ PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കർശനമായ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്നോട് വിശദമായി കാര്യങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. പരീക്ഷ അട്ടിമറിയിൽ പ്രതിഷേധിച്ചും ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PSC ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. PSC കവാടം ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സുതാര്യമായ അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.